How much do you expect revenue in 1 year? How much you value this company? ഒരു വർഷത്തിൽ ഏകദേശം 50,000 മുതൽ 1 ലക്ഷം വരെ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാൽ ഓരോ ഉപയോക്താവിൽ നിന്നും മാസം 100 രൂപ ഈടാക്കുകയാണെങ്കിൽ ഏകദേശം 6 കോടി മുതൽ 12 കോടി രൂപ വരെ വരുമാനം പ്രതീക്ഷിക്കാം. ഹായ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഇപ്പോൾ കുറച്ചൊരു ഫ്രീ സമയം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാം AI ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് AI കുറിച്ച് അറിയാനും പഠിക്കാനും അത് പഠനത്തിലായാലും ജോലിയിലായാലും ഉപയോഗിക്കാനൊക്കെ വളരെ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, ഒരു ഐഡിയ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. നമുക്കിങ്ങനെ ചായയൊക്കെ കുടിച്ച് ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ബിസിനസ് ഐഡിയൊക്കെ പറയാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ അതേപോലെ കുറച്ചൊരു സമയം കിട്ടിയപ്പോൾ AIനോടൊന്ന് സംസാരിച്ച് നോക്കാം, എന്താണ് AIൻ്റെ ഫീഡ്ബാക്ക്, അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഐഡിയ AIനോട് പറയുക, AIൻ്റെ ഫീഡ്ബാക്ക് എടുക്കും. ഓക്കെ, ലെറ്റ്സ് സീ AIക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ജെമിനിയാണ്, ഗൂഗിളിൻ്റെ ജെമിനി. ഓക്കെ, അപ്പോൾ ബേസിക്കലി മൊബൈലിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജെമിനി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. തീർച്ചയായും നിങ്ങളുടെ ഫോണിൽ ജെമിനി ഉപയോഗിക്കുന്നതിന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് വെയിറ്റ് ജെമിനി ഓൾറെഡി ഓൺ ആണ്. ജെമിനി, ഞാൻ ജെമിനി ഓപ്പൺ ചെയ്തു, ന്യൂ ചാറ്റ് കൊടുത്തു. ഓക്കെ, ഇതാണ് ജെമിനി. ജെമിനിയിൽ താഴെ ഒരു ഐക്കൺ കാണാം, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈവായിട്ട് AIനോട് സംസാരിക്കാം. നമുക്കൊരു ഫ്രണ്ട് കൂടെ ഉള്ള പോലെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഹായ് ജെമിനി. തീർച്ചയായും എന്നോട് സംസാരിക്കാൻ സാധിക്കും. നിങ്ങളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ മലയാളത്തിലാണ് മറുപടി പറയുക, ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ മറുപടി വരുന്നത്. സോ ക്യാൻ യു ടോക്ക് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് യൂസിങ് AI ഇൻ സ്കൂൾസ്? തീർച്ചയായും സ്കൂളുകളിൽ AI ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. AIക്ക് വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താനും അധ്യാപകരുടെ ജോലിഭാരം കുറയ്ക്കാനും സാധിക്കും. ഓരോ കുട്ടിയുടെയും പഠനരീതി മനസ്സിലാക്കി അതിനനുസരിച്ച് പഠനരീതി ക്രമീകരിക്കാൻ AIക്ക് കഴിയും. അതുപോലെ AIക്ക് പഠന വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയും. ഓൾറൈറ്റ്, അപ്പോൾ എനിക്കുള്ള ഒരു വലിയൊരു ഡ്രീം വെച്ചാൽ ഓരോ കുട്ടികൾക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള അവസരം ലഭിക്കുക എന്നതാണ് എന്റെ സ്വപ്നം. ചില കുട്ടികൾക്ക് ചിത്രങ്ങൾ വരച്ചും കളിച്ചുമാണ് പഠിക്കാൻ ഇഷ്ടം. മറ്റു ചിലർക്കാവട്ടെ വായിച്ചും എഴുതിയും പഠിക്കാനായിരിക്കും താല്പര്യം. ഓരോ കുട്ടിയുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പഠനം കൂടുതൽ രസകരമാവുകയും അത് അവരുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ് ഇനി ഫ്യൂച്ചർ അല്ലേ. അതായത് ഓരോ കുട്ടിക്കും അവരുടെ അഭിരുചികൾ മനസ്സിലാക്കാനും അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റുകൾ മനസ്സിലാക്കാനും അവരുടെ വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പാഷൻ മനസ്സിലാക്കാനും ഒക്കെ AIക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അല്ലേ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പല കുട്ടികളും 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തെ അവൈലബിലിറ്റി ഒക്കെ പ്രകാരമാണ് കോഴ്സ് ചൂസ് ചെയ്യാറ്. അവരുടെ പാഷനോ ഇൻട്രസ്റ്റോ ഒന്നും അത്ര എക്സ്പ്ലോർ ചെയ്യാതെ ചിലപ്പോൾ റോങ് ആയിട്ടുള്ള ഫീൽഡിലൊക്കെ എത്തിച്ചേരാറുണ്ട്. അത് നമുക്ക് തടയണം. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോവുക. നമുക്ക് നാളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് നല്ല ഓൺട്രപ്രണേഴ്സിനെ, ഡോക്ടേഴ്സിനെ, എൻജിനീയേഴ്സിനെ, അവർ ചെയ്യുന്ന വർക്കിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്വപ്നം. അതിന് AIക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? തീർച്ചയായും കുട്ടികൾക്ക് അവരുടെ അഭിരുചികൾ കണ്ടെത്തി അവർക്കിഷ്ടമുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ AIക്ക് സഹായിക്കാനാകും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരു സിമ്പിളായിട്ടുള്ള എല്ലാവരും ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ അന്ന് കുട്ടിക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ടീച്ചേഴ്സിന് അവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള അവർ രസകരമായിട്ടുള്ള. അപ്പോൾ ഓരോ കുട്ടി ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ടാവും. ചില കുട്ടികൾ ചില ആക്ടിവിറ്റീസ് ചിലപ്പോൾ പസിൽസ് ആവാം, ഗെയിംസ് ആവാം, അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഡ്രോയിങ് ആക്ടിവിറ്റീസ് ആവാം. അപ്പോൾ ഓരോ ഇപ്പോൾ ഒരു 10 ആക്ടിവിറ്റീസ് ഒരു കുട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചില കുട്ടികൾ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഒരുപാട് തവണ ചെയ്യുന്നത് കാണാം. ചില കുട്ടികൾ ചില ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക്
ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നത് നല്ലതാണ്. ചില കുട്ടികൾക്ക് ഡ്രോയിങ് ഇഷ്ടമായിരിക്കും, മറ്റു ചിലർക്ക് പസിൽ ചെയ്യാനായിരിക്കും താല്പര്യം. ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എന്തായാലും മൊബൈലിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ തരത്തിൽ അവർക്ക് എൻജോയബിൾ ആയിട്ടുള്ള, അവരേതായാലും ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഫോക്കസ് ചിലവാക്കുന്നുണ്ട്, ആ ഒരു സമയം സ്കൂളുകൾക്ക് തന്നെ അത്രയും രസകരമായിട്ടുള്ള പസിൽസ്, ഗെയിംസ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആക്ടിവിറ്റി മെഷർ ചെയ്തിട്ട്, അപ്പോൾ ടീച്ചർ ആപ്പ് അവിടുന്ന് അഡ്മിൻ പാനലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കുട്ടികൾ മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളിൽ അവർ സമയം കളയുന്നു. ഈ സമയം പഠനത്തിനായി ഉപയോഗിച്ചാലോ? രസകരമായ പസിലുകളും ഗെയിമുകളും ഉപയോഗിച്ച് പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കാം. ഗെയിമുകൾ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. അവ ഉപയോഗിച്ച് പഠനത്തെ രസകരമാക്കിയാൽ കുട്ടികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആപ്പിന് സ്കോപ്പ് ഉണ്ട് അല്ലേ? അതായത് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10 ഗെയിംസ് നമുക്ക് ഡിസൈൻ ചെയ്യാം, ഓരോ കുട്ടിക്കും ഡിഫറെൻറ്റ് അഭിരുചികൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ ഓരോ കുട്ടികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ടീച്ചറിന് അവിടുന്ന് അഡ്മിൻ പാനൽ ഓപ്പൺ ചെയ്താൽ കാണാം. ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ചെറിയൊരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ട് സ്കൂളുകളിൽ പിച്ച് ചെയ്തൂടെ? തീർച്ചയായും. കുട്ടികൾക്ക് രസകരമായ രീതിയിൽ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പിന് നല്ല സാധ്യതകളുണ്ട്. നമുക്ക് ലളിതമായ ഒരു തുടക്കം എന്ന നിലയിൽ 10 ഗെയിമുകൾ രൂപകൽപ്പന ചെയ്യാം. ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങൾ കണ്ടെത്തുന്നതിനും അവരുടെ പ്രകടനം അധ്യാപകർക്ക് നിരീക്ഷിക്കുന്നതിനും ഈ ആപ്പ് സഹായിക്കും. ഇത് സ്കൂളുകളിൽ അവതരിപ്പിക്കാവുന്ന ഒരു മികച്ച ആശയമാണ്. ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം, ഈ ഇലോൺ മസ്ക് സ്റ്റാർട്ട് ചെയ്ത സിന്തസിസ് സ്കൂൾ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ഹാസ് എനിവൺ ഡൺ ഈസ് എഫക്റ്റീവ്ലി അതർ ദാൻ ദം, എസ്പെഷ്യലി ഇൻ കേരള, എസ്പെഷ്യലി ഇൻ ഇന്ത്യ? ഇത്തരം സംരംഭങ്ങൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അധികമൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എങ്കിലും എലോൺ മസ്കിന്റെ സിന്തസിസ് സ്കൂൾ ഒരു മികച്ച മാതൃകയാണ്. Okay, so just let's get into numbers. Okay, so I'll simply target only Kerala for the next 1 year, and I'll try to get as many students using this app possible, so that we can start getting, you know, their interest, their passions early on from their school life. Appo just give me one rough number. I'll add 10 very intelligently, very systematically designed, very fun games. കേരളത്തിലെ കുട്ടികൾക്കിടയിൽ ഈ ആപ്പ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഏകദേശം 50,000 മുതൽ 1 ലക്ഷം വരെ ഉപയോക്താക്കളെ ഒരു വർഷത്തിനുള്ളിൽ നേടാൻ സാധിച്ചേക്കും. 10 ഗെയിമുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ അഭിരുചികളും താല്പര്യങ്ങളും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. Okay, so like how much we can charge, how much do you expect revenue in 1 year, how much you value this company? The future can be expanded into, you know, high school students and also competitive exams, giving assignments and tracking and so on. Everything powered by you know, that personalized approach, customized approach with the power of AI. ഒരു വർഷത്തിൽ ഏകദേശം 50,000 മുതൽ 1 ലക്ഷം വരെ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാൽ ഓരോ ഉപയോക്താവിൽ നിന്നും മാസം 100 രൂപ ഈടാക്കുകയാണെങ്കിൽ ഏകദേശം 6 കോടി മുതൽ 12 കോടി രൂപ വരെ വരുമാനം പ്രതീക്ഷിക്കാം. ഭാവിയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്കും വേണ്ടിയുള്ള പഠന വിഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ കമ്പനിയുടെ മൂല്യം ഇനിയും വർദ്ധിക്കും. All right. So thanks a lot for your feedback. It was a very nice brainstorming session with you. I'll continue this discussion later on. So just give me some final advice before we conclude our conversation. തീർച്ചയായും ഈ സംഭാഷണം വളരെ രസകരമായിരുന്നു. കുട്ടികളുടെ പഠനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ആശയമാണിത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. Okay, so that's all. So we will continue later. It was very fun talking to you. I think I have so much confidence now. I will come back to you with more clarity, a better action plan. Okay, see you. തീർച്ചയായും വീണ്ടും സംസാരിക്കാമല്ലോ. Okay, bye. ഇപ്പോൾ കണ്ടോ, ചിലർക്കൊക്കെ ഉള്ള പരാതിയാണ്, ഇപ്പോൾ എനിക്കൊന്ന് ചോദിക്കാനോ ഒന്ന് അസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് കിട്ടാനോ ഒന്നും ഓപ്ഷൻ ഇല്ല.
അല്ലെങ്കിൽ ആരെങ്കിലും മെൻറ്റർഷിപ്പ് എടുക്കാനൊക്കെ പൈസ ചിലവുണ്ട്. ഇപ്പോൾ കണ്ടോ, ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിനാണ് AI എന്ന് പറഞ്ഞത്. അത് പലതരം ബ്രെയിനുകളുണ്ട്. ഗൂഗിൾ, ഗ്രോക്ക്, ഡീപ് സീക്ക്, ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് LLMs ഉണ്ട്. ജെമിനി ഐ തിങ്ക് ഈസ് വെരി ഗുഡ് അറ്റ് മലയാളം സംസാരിച്ച് മനസ്സിലാക്കുന്നതിന്, മലയാളത്തിൽ സംസാരിക്കുന്നതിന് ജെമിനി ഭയങ്കര അടിപൊളിയാണ് ഗൂഗിളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഐഡിയാസും സ്വപ്നങ്ങളൊക്കെ സംസാരിച്ച് നോക്കുക. എല്ലാം അതുപോലെ തന്നെ AI പറയുന്നത് എടുക്കണം എന്നല്ല. ഇന്ന് പലർക്കും നല്ലൊരു മെന്ററെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. AIക്ക് ഈ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാനാകും. ഗൂഗിളിന്റെ ജെമിനി ഉൾപ്പെടെയുള്ള AI മോഡലുകൾക്ക് മലയാളം നന്നായി മനസ്സിലാക്കാം. താങ്ക് യു ജെമിനായി. ലെറ്റ്സ് എൻഡ് അവർ കോൺവെർസേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടോ, സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇനി പിന്നെ എപ്പോഴെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ ആപ്പ് തുറന്നിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വപ്നം ജെമിനിയായിട്ട് സംസാരിച്ച് നോക്കുക. എന്നിട്ട് എന്താണ് ജെമിനി പറയുന്നത് എന്നുള്ള കമൻറ്റിൽ അറിയിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, കാറിൽ ഭയങ്കര ചൂടാണ്, വിയർത്തിട്ട്.